പി ജയരാജൻ എന്തിനാണ് പ്രകാശ് ജാവദേക്കറെ കണ്ടത്? ഇന്ന് കേരളം ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. അതിന് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം കുറച്ച് നാളുകളായി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നായിരുന്നു. അതിന് കാരണങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളും BJP നേതാക്കളുമായിട്ട് ചർച്ച നടത്തുകയും കുറച്ച് കഴിയുമ്പോൾ അവർ BJPയിൽ അംഗത്വമെടുത്ത് എന്ന വാർത്ത പിന്നീട് വലിയ തോതിൽ പ്രചരിക്കാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിരുന്ന AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി നിരവധി BJP നേതാക്കളുമായിട്ട് ചർച്ച നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വാർത്താ സമ്മേളനം കാണുകയാണ്. ആ സമ്മേളനത്തിൽ അനിൽ ആൻ്റണി BJPയിൽ അംഗത്വമെടുക്കുകയും പിന്നീട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയോജക മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അനിൽ ആൻ്റണി വരും. പിന്നീട് നമ്മൾ കേൾക്കുന്നൊരു കാര്യം, കരുണാകരൻ്റെ മകള് പത്മജ വേണുഗോപാൽ BJP നേതാക്കളുമായിട്ട് ചർച്ച നടത്തുന്നു, പിന്നീട് BJPയിൽ അംഗത്വമെടുക്കുന്നു. കണ്ണൂരിലെ പഴയ DCC സെക്രട്ടറി രഘുനാഥ്, അദ്ദേഹം BJP നേതാക്കളെ കാണുന്നു, ചർച്ച നടത്തുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം BJPയിൽ ചേരുന്നു. പിന്നീട് കണ്ണൂരിലെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മാറുന്നു. ഇപ്പോൾ ചർച്ചയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പി ജയരാജനാണ്, CPMൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ്, അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ. ഇദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രകാശ് ജാവദേക്കറെ കണ്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തയ്ക്ക് പ്രധാനമായി ഒരു വിഷയമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് ചർച്ചയിൽ വന്നത് നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാറിൻ്റെ വാർത്തകളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശോഭാ സുരേന്ദ്രൻ എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു തരാം എന്നാണ് പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചു തന്നില്ല. അത് പറഞ്ഞ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുന്നു. പിന്നെ ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തുന്നു. ഈ വാർത്താ സമ്മേളനങ്ങളുടെയൊക്കെ ഒരു വലിയ ബോംബ് പൊട്ടലുണ്ടായത് പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കണ്ടു എന്ന് പറയുന്ന വാർത്തയ്ക്കാണ്. എന്നുവെച്ചാൽ അതുവരെ CPM ഉയർത്തിക്കൊണ്ടിരുന്ന വലിയൊരു മുദ്രാവാക്യം അതിൻ്റെ മുനയൊടിയെ മാത്രമല്ല, CPM മുഴുവനും വലിയ തരത്തിലുള്ള അപഹാസ്യത്തിന് വിധേയമാവുകയും ചെയ്തു. ഇന്നലെയാണ് എന്നെനിക്ക് തോന്നുന്നു ഉണ്ണിത്താൻ വിളിച്ചു പറഞ്ഞത് എന്താണ്, പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടത് കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച നടത്താനാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പരിഹസിക്കപ്പെടാവുന്ന തരത്തിലേക്ക് CPM മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. അതാണ്. അതുകൊണ്ടാണ് ഉടനെ തിങ്കളാഴ്ച തന്നെ CPM സെക്രട്ടേറിയറ്റ് വിളിച്ചുകൂട്ടി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമെന്നും ആവശ്യമെങ്കിൽ ജയരാജനെതിരെ നടപടിയെടുക്കും എന്നും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, എന്തിനാണ് പി പ്രകാശ് ജാവദേക്കറെ കണ്ടത്? അത് പാർട്ടി മാറി CPMൽ നിന്ന് BJPയിലേക്ക് പി ജയരാജൻ ചേരാൻ വേണ്ടിയായിരുന്നു. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും അത് അങ്ങനെയാണ് എന്ന് കരുതാനായിട്ട് കഴിയില്ല. അതിനേക്കാളൊക്കെ എത്രയോ വലിയ കച്ചവടമായിരിക്കാം അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത്. കാരണം CPMലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ പി ജയരാജനാണ് എന്ന് നമുക്കറിയാം. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി രൂപയുടെ ബോണ്ട് വാങ്ങി എന്ന് പറഞ്ഞ് ദേശാഭിമാനി വിവാദമുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനും സൂത്രധാരകനും പി ജയരാജനായിരുന്നു. പാർട്ടിക്ക് ഫണ്ട് ആവശ്യമായിരുന്ന സമയത്ത് ആ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പാർട്ടി വിടുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായിയാണ് യഥാർത്ഥത്തിൽ പി ജയരാജൻ. അതുകൊണ്ട് തന്നെ പ്രകാശ് ജാവദേക്കറുമായിട്ട് പി നടത്തിയ സംഭാഷണം എന്ന് പറയുന്നത് പിക്ക് CPM വിട്ട് BJPയിൽ ചേരാനായിരിക്കില്ല. പകരം CPMഉം അതേപോലെ തന്നെ BJPയും തമ്മിലുള്ള ചില കച്ചവടങ്ങളെക്കുറിച്ച് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പുറത്തു വരുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെയാണ് അതിന് ഉത്തരം നൽകാനായിട്ട് CPM ബുദ്ധിമുട്ടിലാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൗഭാഗ്യങ്ങളുടെ കാലം അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കച്ചവടത്തിൻ്റെ ഒരു കാലമായി സമ്പൂർണ്ണമായിട്ട് അത് മാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ആയാറാം ഗയാറാം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആൾ നാളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കും, മറ്റന്നാൾ വേറൊരിടത്തായിരിക്കും,
അത് കഴിഞ്ഞ് അയാൾ തിരിച്ച് ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് തിരിച്ചു വരും. ഇങ്ങനെ കാലുമാറി ഓടുന്നതായിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ഊന്തിൻ്റെ നിറം മാറുന്നത് പോലെ രാഷ്ട്രീയ നിറം മാറുന്നതായിട്ടുള്ള ജീവികളുടെ കാലമുണ്ടായിരുന്നു. അതിന് പിന്നീട് അതിനൊരു തടസ്സം, അല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണം വരുന്നത് ഭരണഘടനാപരമായി തന്നെ അത്തരത്തിൽ കാലുവാരുന്ന ആളുകൾ അയോഗ്യരാണ് എന്ന് കൽപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന പല സൂത്രങ്ങളും ഓരോരുത്തരും ആവിഷ്കരിക്കുകയും ഓരോ രാഷ്ട്രീയ പാർട്ടി അതിനെ സഹായം ചെയ്തു കൊടുക്കുകയും അങ്ങനെ ആളുകളെ ചാക്കിൽ കയറ്റി കച്ചവടം ചെയ്യുന്ന ഒരു കാലത്തേക്ക് രാഷ്ട്രീയം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. MLA-മാരെ MP-മാരെ ഒക്കെ പർച്ചേസ് ചെയ്യാം, കച്ചവടം ചെയ്യാം. നിങ്ങളിന്ന് കോൺഗ്രസിൻ്റെ MLA ആയിട്ട് ജയിച്ചു വന്നാൽ നാളെ നിങ്ങൾക്ക് BJP വലിയ ഓഫർ നൽകുകയും നിങ്ങൾ അതിൻ്റെ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് ചാടുകയും ചെയ്യാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ചിലപ്പോൾ BJP ആയിരിക്കാം ഈ കച്ചവടം നടത്തുന്നത്, നാളെ മറ്റൊരു പാർട്ടി ആയിരിക്കാം. ആർക്ക് വേണമെങ്കിലും കച്ചവടം നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളുടെ MLA-മാരോ MP-മാരോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ വോട്ടർമാർ എന്ന് പറഞ്ഞാൽ അവകസിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളെന്തിനാണ് വോട്ട് ചെയ്യുന്നത്? നിങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള MLA MP ഒക്കെ ഒരു ദിവസം കഴിയുന്ന സമയത്ത് മറ്റൊരിടത്തേക്ക് പണം വാങ്ങിപ്പോവും എന്നുറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ വോട്ടിന് എന്താണ് പ്രസക്തി? നമ്മളുടെ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ മോശം പോളിംഗ് ആയിട്ടാണ് ഈ പോളിംഗ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 6%-ലധികം ആളുകൾ വോട്ട് ചെയ്യാതിരുന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അങ്ങനെ സംഭവിക്കുന്നതിന് പല കാരണങ്ങളും പലരും പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്ര ശോഭ അല്ലെങ്കിൽ അതിൻ്റെ നിലപാട് എന്ന് പറയുന്നത് സമ്പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിന് യാതൊരു വിധമായിട്ടുള്ള വിലയുമില്ലാത്ത ഒരു കാലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടാകാം. ഇപ്പോൾ സാധാരണ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പോയി വോട്ട് ചെയ്യും. അത് അവരുടെ പാർട്ടിക്കാരുടെ ഒരു ചുമതല എന്ന നിലയ്ക്ക് ചെയ്യുന്നതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിനെ, ജനാധിപത്യത്തെ ഗൗരവമായി കാണുന്ന കുറേയധികം ആളുകളെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് വോട്ട് ചെയ്യാൻ പ്രേരകമായിട്ടുള്ള ഘടകങ്ങളൊന്നുമില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഴ്ച തന്നെയായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അത് നമുക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും ഈ സാഹചര്യം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 1 മണിക്കൂറോളം ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കൂട്ടണം എന്നുള്ളതാണ്. ഒരു ബൂത്തിൽ 500 വോട്ടർക്ക് ഒരു മെഷീൻ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചാൽ വളരെ വേഗത്തിൽ വോട്ട് ചെയ്ത് ഓരോ വോട്ടർക്കും പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ്. എന്നുവെച്ചൊരു ബൂത്തിൽ 3 വോട്ടിംഗ് മെഷീനെങ്കിലും സ്ഥാപിച്ചാൽ മാത്രമേ ഈ സാഹചര്യം ഒഴിവാക്കാനായിട്ട് കഴിയൂ. ഇപ്പോൾ നേരത്തെ പ്രിൻ്റഡ് ബാലറ്റ് പേപ്പറുകൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഒരു ബൂത്തിൽ തന്നെ 4 കൗണ്ടറെല്ലാം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്നു. വളരെ എളുപ്പത്തിൽ വോട്ട് ചെയ്ത് ആളുകൾ ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാഴ്ചയും അന്നുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ പഴയതിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഈ 2 കാര്യങ്ങളിൽ ഒന്ന് ചെയ്താൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു പീഡനമല്ലാതായിട്ട് മാറിത്തീരുകയുള്ളൂ. ഇപ്പോൾ 2 കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, രാഷ്ട്രീയം പ്രവർത്തിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയത്തിൻ്റെ ആദർശാത്മകത നിലനിർത്തുക, സത്യസന്ധമായിട്ട് അവർ പ്രവർത്തിക്കുക. ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് അയാൾക്ക് അധികാരം നഷ്ടപ്പെടും എന്ന് വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പദവികൾ നഷ്ടപ്പെടും എന്ന സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്ന സമീപനം, അതിനെ തള്ളിക്കളയാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കഴിയണം. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വേണമെങ്കിൽ ആളുകൾക്ക് മാറാം. അച്ഛൻ കോൺഗ്രസ് ആണെങ്കിൽ മകന് വേണമെങ്കിൽ BJP ആണ്. പക്ഷേ മകൻ BJPയെ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയായിരിക്കരുത്. പ്രത്യയശാസ്ത്രപരമായിട്ട് ആ പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ സ്വീകാര്യമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ. മറിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഈ അപ്പക്കഷ്ണത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകളായിട്ട് രാഷ്ട്രീയ നേതാക്കൾ മാറിയാൽ ആ രാഷ്ട്രീയ നേതാക്കളെ എന്തിനാണ് പിന്നെ ബഹുമാനിക്കുന്നത് എന്ന് വോട്ടർമാർക്ക് തോന്നാം. അപ്പോൾ വോട്ടറെ ശരിക്കും പറഞ്ഞാൽ പ്രചോദിപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ആളുകൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിൻ്റെ ശതമാനം വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിനെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വോട്ടിംഗ് നടത്തിയത് വളരെ സാവകാശത്തിലായിരുന്നു, ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായിരുന്നു. അതൊക്കെ മാറ്റാൻ ഇതുമാത്രമാണ് മാർഗം. ഒന്നില്ലെങ്കിൽ ബൂത്തിൽ 2-3 വോട്ടിംഗ് മെഷീൻസ് സ്ഥാപിക്കുക, അല്ലെങ്കിൽ പ്രിൻ്റഡ് വോട്ടിംഗ്
സമ്പ്രദായത്തിലേക്ക് തിരിച്ചുപോയിട്ട് 3-4 കൗണ്ടറുകൾ ഓരോ ബൂത്തിൽ തന്നെ ആരംഭിക്കുകയും ചെയ്യാം. ഇതുകൊണ്ടൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ആദർശാത്മകമായിട്ടുള്ള രാഷ്ട്രീയം വിട്ട് അവർ കച്ചവടക്കാരായി തീരുകയും അവർ ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ വോട്ട് ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കും. EP എന്തുകൊണ്ടാണ് ജാവദേക്കറെ കണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമന്വേഷിച്ച് നമ്മൾ പോകുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ഇടപാടുകളുടെ തുറവികൾ നമുക്ക് അതിനകത്ത് കാണേണ്ടതായിട്ട് വരും. അവിടെ രാഷ്ട്രീയത്തിന് അതുവരെ ഉണ്ടായിരുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണെന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരാം. പ്രത്യേകിച്ച് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ വിശ്വാസ്യത സമ്പൂർണ്ണമായിട്ട് തകരും. BJP നിരന്തരമായ എല്ലാ സ്ഥലത്തു നിന്നും ആളുകളെ കാശ് കൊടുത്ത് വാങ്ങാനായിട്ട് തുടങ്ങിയാൽ ആ പാർട്ടിയോടുള്ള ആളുകളുടെ സമീപനങ്ങൾക്ക് വ്യതിയാനം വരും. കോൺഗ്രസ് എന്ന് പറയുന്നത് എവിടെയാണ് അധികാരം കിട്ടുക അങ്ങോട്ട് ഓടിക്കയറാനായിട്ട് നിൽക്കുന്ന ആളുകളുടെ നേതാക്കളുടെ സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞാലും ആളുകൾക്ക് അതിനോടുള്ള താല്പര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു നല്ല വോട്ടറെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ ബോധ്യമുള്ള ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ്, ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഇല്ലാതെ വരുന്ന സമയത്ത് അവൻ പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ള വഴി മറക്കും. അത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് വെളിപ്പെടുകയും അതിന് പിന്നിൽ എന്തെല്ലാം രഹസ്യങ്ങൾ, നിഗൂഢതകളുണ്ട് എന്ന് വെളിവാക്കപ്പെടുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയമായിരിക്കും നമുക്ക് തുറന്നു ലഭിക്കുക. രാഷ്ട്രീയത്തിൻ്റെ ജീർണതയായിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.